എനിക്കറിയാമായിരുന്നു നീ വരുമെന്ന്. ഞാനായിട്ട് വന്നതല്ല, ദേവി നിർബന്ധിച്ചു. അതുകൊണ്ട് ആരും നിർബന്ധിച്ചിട്ടായാലും ഇങ്ങോട്ട് വരണമെങ്കിൽ നിന്റെ മനസ്സിലും കൂടി ഒരു തോന്നൽ വേണമല്ലോ. ഞാനെന്തോ തെറ്റ് ചെയ്തെന്ന ബോധം എന്റെ ഉള്ളിലുണ്ടെന്ന് അമ്മ വരുത്തി തീർക്കണ്ട. അങ്ങനൊന്നും എനിക്കില്ല. നിനക്കില്ലെങ്കിലും നിന്റെ ഭാര്യയ്ക്കുണ്ടല്ലോ. നീയും അവളുവാ മീരെ കൊണ്ട് ഈ പാതകം ചെയ്യിച്ചെന്ന് അവൾക്കറിയാം. അമ്മേ, ഈ സംസാരം ഇങ്ങനെ തുടർന്നാ ഞാൻ എന്റെ പാട്ടിന് പോവും. രജനിയോട് നീ എന്തെങ്കിലും പറഞ്ഞോ? എന്ത്? അയാളാണ് മീരയെ രക്ഷിച്ചതെന്ന്. അയാളോ? ഏതയാള്? അമ്മ കുറച്ച് മര്യാദ കൊടുത്ത് സംസാരിക്കണം. മനുഷ്യർക്ക് പേരിടുന്നത് പേര് സൂചിപ്പിച്ച് പറയാനാ. അയാളുടെ പേര് ഗിരീഷ് എന്നാ. അത് അമ്മയ്ക്കും അറിയാലോ. അത് മാത്രമല്ല, എനിക്ക് പലതും അറിയാം. ബഹുമാനം കൊടുക്കേണ്ടവർക്ക് പ്രഭ ബഹുമാനം കൊടുക്കും. എന്നുവെച്ചാ ഗിരീഷ് ഏട്ടന് ബഹുമാനം കൊടുക്കില്ലെന്നോ? ഒരു ജീവൻ രക്ഷിച്ചത് ബഹുമാനം കൊടുക്കേണ്ട കാര്യമല്ലെന്നാണോ? മീരെ വഴിയിൽ ഇവിടെ കൊണ്ടുവന്നു. അതിനുള്ള നന്ദി ഞാൻ കാണിച്ചിട്ടുണ്ട്. അല്ലെങ്കിലും ചന്ദ്രോത്ത പ്രഭാവതിയുടെ കൃപാകടാശത്തിന് വേണ്ടിയല്ല മീരയെ ഗിരീഷേട്ട ഇവിടെ കൊണ്ടുവന്നത്. നല്ല മനസ്സുള്ളവർക്കേ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ. ശരി, സമ്മതിക്കുന്നു. നല്ല മനസ്സുള്ള ആള് തന്നെയാ. ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. ഇവിടെ വന്ന് ബന്ധങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ അവന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹങ്ങൾ കയറി കൂടിയോന്ന്. ഗിരീഷേട്ടന് ആഗ്രഹം ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് ആഗ്രഹമുണ്ട്. നന്ദാ, പിന്നല്ലാതെ അമ്മ ഓരോന്ന് എന്നെ കൊണ്ട് പറയിക്കുന്നതല്ലേ. ഇവിടെ ഇങ്ങനെ തർക്കിച്ചിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ വീട്ടിൽ പോയിക്കോട്ടെ. മീരയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അമ്മ എന്നെ വിളിച്ചാൽ മതി. നിക്ക്, ഞാനിപ്പോ വരാം. നീ കാര്യം പറ. ജാനകി, എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. എന്ത് സഹായം? നന്ദനോട് നീ ഒരു കാര്യം പറയണം. എന്താ കാര്യം? മീരയുടെ അടുത്തിരുന്ന് നന്ദൻ കുറച്ച് സംസാരിക്കണമെന്ന്. എന്തിന്? എന്തിനോ ആയിക്കോട്ടെ, കുറച്ചു നേരം മീരയോട് സംസാരിക്കണം. അക്കാര്യം ഒന്ന് പറയാൻ പറ്റുമോ? ബുദ്ധിമുട്ടാണ് പ്രഭ. ഓ, അത് ശരി. അപ്പൊ എനിക്ക് വേണ്ടി നിനക്ക് അവനോടൊന്ന് സംസാരിക്കാൻ വയ്യല്ലേ? ശരി, നിനക്ക് വേണ്ടി ഞാൻ പലരോടും പല കാര്യങ്ങളും സംസാരിച്ചിട്ടുള്ളതല്ലേ. അതുകൊണ്ട് അങ്ങനെയുള്ള കുറ്റപ്പെടുത്തലൊന്നും വേണ്ട. അതിരിക്കട്ടെ, എന്തിനാ ഇപ്പോ നന്ദൻ മീരയെ കണ്ട് സംസാരിക്കുന്നത്? നിനക്ക് നന്ദനോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതോടെ അത് തീർന്നു. എന്റെ പ്രഭേ, നീ മനസ്സിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന് ഏതാണ്ട് എനിക്ക് മനസ്സിലായി. നന്ദനോട് എന്താണ് പറയേണ്ടതെന്ന് വെച്ചാ നീ തന്നെ അങ്ങ് പറഞ്ഞാ മതി. ശരി, ഞാൻ പറഞ്ഞോളാം.